ഫ്രണ്ട്സ്, ലേൺ ഫ്രം എക്സ്പേർട്സ് എന്ന സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഹോം സിനിമ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില ഫാക്ടേഴ്സ്, അതിൻ്റെ ഏകദേശം ഒരു 10 ഫാക്ടേഴ്സ് ഉണ്ടാവും. അതാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റൂം സെലക്ഷൻ ആൻഡ് സൈസാണ്. നമ്മളിപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള റൂം സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ തന്നെ, ഇപ്പോൾ ഓൾറെഡി വെച്ചിട്ടുള്ളൊരു വീട്ടിൽ തന്നെ നിങ്ങളൊരു റൂം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള റൂം ആയിരിക്കണം എങ്കിൽ കുറച്ചുകൂടെ ഐഡിയൽ ആയിരിക്കും. കൂട്ടത്തിൽ പുറത്തുള്ള ഡിസ്ട്രാക്ഷൻസ്, അതായത് ഇപ്പോൾ കിച്ചണിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ നോയ്സ് അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു നോയ്സ് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത കഴിവതും കുറവുള്ള ഒരു റൂം സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് സ്ക്രീൻ സൈസ് ആൻഡ് ടൈപ്പ്. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന റൂമിൻ്റെ വാളിൻ്റെ സൈസിനനുസരിച്ചിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ക്രീനിൻ്റെ സൈസും. അപ്പോൾ നമ്മളിപ്പോൾ റെക്റ്റാങ്കുലർ റൂമാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റെക്റ്റാങ്കുലർ റൂമിൻ്റെ വീതി കുറഞ്ഞ ഭാഗത്തായിരിക്കും, കാരണം നമുക്ക് നീളം കൂടുതൽ ആവശ്യമുണ്ട് ഒരു ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ നീളം കുറഞ്ഞ ഭാഗത്തുള്ള വാളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാളിൻ്റെ സൈസിനനുസരിച്ചുള്ള സ്ക്രീൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മളൊരു 4K അല്ലെങ്കിൽ 8K പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് പ്രോപ്പറായിട്ട് സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും ഐഡിയലായിട്ട് ചെറിയ റൂമാണ് എന്നുണ്ടെങ്കിൽ ഒരു OLED സ്ക്രീൻ, 4K അല്ലെങ്കിൽ 8K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു OLED സ്ക്രീൻ ആയിരിക്കും എപ്പോഴും നല്ലത്. അത് വെയിറ്റ് കുറവായിരിക്കും. അത് മാത്രമല്ല, അതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ, അതിൻ്റെ പിക്ചർ ക്വാളിറ്റി എല്ലാം ബാക്കിയുള്ള IPS പാനലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഹോം സിനിമ ബിൽഡ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട അടുത്തൊരു ഫാക്ടറാണ് സൗണ്ട് സിസ്റ്റം ആൻഡ് അക്വസ്റ്റിക്സ്. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം, അതായത് ഇപ്പോൾ 5.1 സറൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ 7.1 സറൗണ്ട് ആയിരിക്കാം. അപ്പം നമ്മൾ ആ റൂമിൻ്റെ സൈസിനെ മാറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ അതിനകത്ത് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കൊരു സറൗണ്ട് സൗണ്ട് സിസ്റ്റം ചെയ്യാൻ പറ്റും. പിന്നെ അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. അതായത് സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ഒരു എസ്തെറ്റിക് ലുക്ക് വേണം. കൂട്ടത്തിൽ സൗണ്ട് പ്രൂഫിങ് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുള്ള നോയ്സ് അകത്തേക്കും അകത്തുള്ള സൗണ്ട് നമുക്ക് പുറത്തേക്കും പോകാത്ത രീതിയിൽ സൗണ്ട് പ്രൂഫ് ചെയ്യാൻ വേണം. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് എയർ കണ്ടീഷനിങ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ചെയ്ത് നമുക്കൊരു ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആൻഡ് ആംബിയൻസ്. അതായത് നമ്മൾ ഇതിനകത്ത് നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള ലൈറ്റിംഗ്, അതായത് ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാനും ലൈറ്റിൻ്റെ ഒരുപാടുള്ള എക്സ്പോഷർ നമ്മുടെ സ്ക്രീനിൻ്റെ ക്ലാരിറ്റിയെ നശിപ്പിക്കാതിരിക്കാനും പിന്നെ ഇരിക്കുന്നവർക്ക് കംഫർട്ടബിളായിട്ട് ആ സ്ക്രീനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനും വേണ്ടിയിട്ടുള്ള ലൈറ്റിംഗ് ആംബിയൻസ് കണ്ടീഷൻസ് നമുക്കതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. LED സ്ട്രിപ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ റൂഫ് ലൈറ്റിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റാർ ലൈറ്റ് പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കിതിൻ്റെ റൂം ആംബിയൻസ്, ലൈറ്റിംഗ് ആംബിയൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ സെലക്ട് ചെയ്യുന്ന റൂമിൽ വിൻഡോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ സൗണ്ട് പ്രൂഫിങ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ക്ലോസ് ചെയ്ത് പോകും, ഇല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ വിൻഡോ ലൈറ്റിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് കംഫർട്ടബിൾ സീറ്റിംഗ്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു ചെയറൊക്കെ ഇട്ട് നമ്മളിപ്പോൾ നോർമൽ ലിവിങ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ സോഫയിലിരിക്കും, അല്ല ഡൈനിങ് ഹാളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയറിലിരുന്നായിരിക്കും കാണുക. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഈസി വാച്ചിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ 2 സീറ്റിംഗ് പൊസിഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ്, നല്ല ചാരി ഇരിക്കാൻ പറ്റുന്ന സുഖമായിട്ടുള്ളൊരു കുഷ്യൻസ് ഉള്ള ചെയേഴ്സാണ് നമുക്ക് കിട്ടുക ഇരിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഹോം സിനിമ സെറ്റപ്പിലും നമുക്ക് നല്ല കംഫർട്ടബിൾ സിറ്റിങ്ങിന് പറ്റിയിട്ടുള്ള കുഷ്യൻസ് ഉള്ള ചെയേഴ്സ് അല്ലെങ്കിൽ റിക്ലൈനേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് സ്ക്രീൻ നേരെ കാണാൻ പറ്റുന്ന രീതിയിൽ, സ്ക്രീൻ ഇരിക്കുന്ന എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് സ്ക്രീൻ കാണാൻ, വേറൊരു ഹിൻഡ്രൻസ് ഇല്ലാതെ സ്ക്രീൻ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും. അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആൻഡ് വെന്റിലേഷൻ കൺട്രോൾ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റൂമിന് അക്വസ്റ്റിക്സും സൗണ്ട് പ്രൂഫിങ്ങും ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള സൗണ്ട് പുറത്തേക്കും പോകാൻ പാടില്ല, പുറത്തുള്ള സൗണ്ട് അകത്തേക്കും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക.
ആ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോളും വെന്റിലേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്നവർക്ക്, ഹോം സിനിമയ്ക്ക് അകത്തിരിക്കുന്നവർക്ക് സഫക്കേഷൻ ഉണ്ടാവും, അവർക്ക് പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ഉണ്ടാവില്ല, അവിടെ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ് ഹീറ്റ് ആകുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മളൊരു എയർ കണ്ടീഷൻ സിസ്റ്റം വെക്കുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ് ഹീറ്റ് ആവുന്നതിനനുസരിച്ച് അതിനൊരു കൂളിംഗ് കൺട്രോൾ കൊടുക്കാനും പറ്റും. നമുക്കൊരു പ്രോപ്പർ വെന്റിലേഷനും കിട്ടും. ആ കൂട്ടത്തിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ സിനിമ നമുക്ക് എൻജോയ് ചെയ്യാം. അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിംഗ് ആൻഡ് കേബിൾ മാനേജ്മെന്റ്. നമ്മളിപ്പോൾ റൂമിൽ, നമ്മുടെ ലിവിംഗ് റൂമിൽ നമ്മളിപ്പോൾ ഒരു TV സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പുതിയൊരു എക്യുപ്മെന്റ്, ഒരു സ്പീക്കർ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രീമിംഗ് സർവീസിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ബോക്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം വയേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. അത് നമ്മുടെ ഒരു വ്യൂവിങ് എക്സ്പീരിയൻസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. കൂട്ടത്തിൽ അതിൻ്റെ ഒരു എസ്തെറ്റിക്, നമ്മളിപ്പോൾ സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് അതിനെ ഭംഗിപ്പെടുത്തി ഒരു നല്ലൊരു വ്യൂവിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഈ കേബിൾസ് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു എസ്തെറ്റിക്സിനെ ബാധിക്കും. അപ്പം നമ്മളിപ്പോൾ ഹോം സിനിമയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർ കേബിൾ മാനേജ്മെൻറ്റ്, ഇതിന് വേണ്ടി പ്രത്യേകം പോകാൻ വേണ്ടിയിട്ടുള്ള റൂട്ടിംഗ് ചാനൽസ് ഒക്കെ വെച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു കേബിൾ മാനേജ്മെൻറ്റ് ഹിഡൻ ആയിട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് സാധാരണ ഉള്ളതിനേക്കാളും എത്രയോ മടങ്ങായിരിക്കും. അപ്പം നമ്മളുടെ വ്യൂവിങ് എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കേബിൾ മാനേജ്മെൻറ്റും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനും സ്പീക്കേഴ്സൊക്കെ ഇരിക്കുന്നത് വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും. അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീമിംഗ് ആൻഡ് മീഡിയ സർവീസ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ടാകും. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം, ഇങ്ങനെയുള്ള സ്ട്രീമിംഗ് സർവീസസ് ഒക്കെ നമ്മുടെ TV-യിലേക്ക് നമ്മൾ സർവീസ് എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിനൊപ്പം തന്നെ ഡിസ്ക് പ്ലേയേഴ്സ്, അതായത് ബ്ലൂറേ അല്ലെങ്കിൽ DVD ഇപ്പോൾ ഔട്ടായി കഴിഞ്ഞു. ഇപ്പോൾ ബ്ലൂറേ പോലുള്ള ഡ്രൈവ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ സ്ട്രീമിംഗ് HD കണ്ടന്റുകൾ സ്ട്രീം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം 4K 8K പോലെയുള്ള റെസൊല്യൂഷനുകളിൽ നിങ്ങൾക്ക് ആ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഡയറക്റ്റ് പ്ലേബാക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ വ്യൂവിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ ആവും. അപ്പോൾ അത് ഹോം സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ AVRs യൂസ് ചെയ്യും, ഓഡിയോ വീഡിയോ റിസീവേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒന്നിൽ കൂടുതൽ എക്യുപ്മെൻറ്റുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഗെയിമിംഗ് കൺസോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലൂറേ പ്ലേയേഴ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, സ്ട്രീമിംഗ് സർവീസസ് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്കൊരു റിമോട്ട് കൺട്രോളിൻ്റെ പവറിൽ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും അവസാനത്തതും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൂഫാണ്. അതായത് നമ്മൾ ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഡിവൈസ് വാങ്ങുമ്പോൾ, നമ്മുടെ ഹോം സിനിമ സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ അത് ഫ്യൂച്ചർ പ്രൂഫ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് നമുക്ക് പിന്നീട് ഭാവിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിവൈസുകളാണോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് കണക്ടിവിറ്റി, പല ഡിവൈസുകളും ഔട്ട്ഡേറ്റഡ് ആവുന്നത് അങ്ങനെയാണ്. അതായത് നമുക്ക് കുറച്ച് കൂടുതൽ കാലം, ഇപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വന്നാലും കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിവൈസുകൾ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആവാനും പറ്റും. നമുക്ക് പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യേണ്ടിയും വരില്ല. കൂട്ടത്തിൽ നമ്മുടെ കണക്ടിവിറ്റി എല്ലാം ഓക്കെ ആയിരിക്കുന്നത് കൊണ്ട് പുതിയൊരു ഡിവൈസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീക്കേഴ്സ് അതിലേക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ സ്പീക്കേഴ്സ് വാങ്ങുമ്പോൾ ഈ പഴയ AVRലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണക്ടിവിറ്റി ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള ഡിവൈസുകൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡിവൈസുകളിൽ നിങ്ങൾക്ക് അടുത്ത ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് റിജു സൈനിങ് ഓഫ്.